ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല തേങ്ങ അരച്ച മീൻകറി റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈലാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ അയല മീനാണ്. അപ്പോൾ ഫ്രൈക്കുള്ള മാറ്റി കറിക്കുള്ള മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് തേങ്ങ, ഞാനൊരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-1.5 ടീസ്പൂൺ അടുപ്പിച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് നല്ലതുപോലെ അരയ്ക്കുക. ഈ അരപ്പ് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുളിയും കൂടെ ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഞാൻ പുളി പിഴിഞ്ഞാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരപ്പരയ്ക്കുക. കറി വയ്ക്കുന്ന ചട്ടിയിലോട്ട് അരപ്പൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു, അതും ചേർത്തില്ല. പിന്നെ എരിവൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് ചേർക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ ഇവിടെ മുളക് പൊടി കുറച്ചൊന്നാണ്, ഇക്കാക്ക് ഒരുപാട് എരിവ് പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള മുളക് പൊടിയും കുറച്ച് എരിവ് കൂടുതലാണ്, അതാണ് ഞാൻ കുറച്ചിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ പാകത്തിനുള്ള വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക, അടച്ച് വയ്ക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുക. കാരണം ഈ സമയത്ത് ചേർക്കുമ്പം കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. ഞാൻ ഈ സമയത്താണ് മീൻ ചേർക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ഐക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മീനിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മീൻ കറി. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്കും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണേ. അപ്പം താങ്ക് യു വാച്ചിങ്.